സ്വാശ്രയ കോളേജുകളിലെ അധ്യാപകരാവാനും ഇനി UGC നെറ്റ് നിർബന്ധം. ഇന്നത്തെ ഒരു ദിവസം പത്രങ്ങളിലെയും അതുപോലെ തന്നെ അക്കാഡമിക് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വളരെയധികം ചർച്ച നടക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ സ്വാശ്രയ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കോളേജുകളുടെയും അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ UGC നെറ്റ് ആവണമെന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് UGC പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നെറ്റ് എന്ന് പറയുന്നത് തന്നെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. പക്ഷെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഒരു സിസ്റ്റം UGC ത്രൂ ഔട്ട് ഇന്ത്യ നടപ്പിലാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ ഗവൺമെന്റ് ആണ് അതുമായി ബന്ധപ്പെട്ടിട്ട് എത്രത്തോളം സ്ട്രിക്റ്റ് ആയിരിക്കണം ഇംപ്ലിമെന്റേഷൻ എന്നുള്ളത് ഉറപ്പുവരുത്താറുള്ളത്. ഇപ്പൊ കേരളത്തിൽ 2021 തന്നെ കേരള ഗവൺമെന്റ് ഓൾറെഡി ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു നിയമത്തിൽ തന്നെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ കോളേജ് ടീച്ചറുടെയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് UGC നെറ്റ് ആയിരിക്കണം എന്നുള്ളത്. പക്ഷേ അത് ഇത്ര കാലം കേരള ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റീസൺ ഞാൻ പറഞ്ഞ പോലെ മേ ബി കേരളത്തിൽ തന്നെ ഒരുപാട് ടീച്ചർമാരുണ്ട്. ഓരോ വർഷവും നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഈ എക്സാമിന് അറൌണ്ട് 6% ആളുകൾ മാത്രമാണ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള അധ്യാപകരുടെ നമ്പേഴ്സും കുറവാണ് എന്നുള്ളത് കൊണ്ടേ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് യൂണിവേഴ്സിറ്റികൾ ആ യൂണിവേഴ്സിറ്റികൾക്ക് അനുസരിച്ചാണ് ഇതിന്റെ ഒരു പാറ്റേൺ ഈ ഒരു നിയമം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വാർത്ത വരാനുള്ള കാരണം ഈ ഒരു അക്കാഡമിക് ഇയർ തൊട്ടിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിലെ അധ്യാപകർക്ക്, എസ്പെഷ്യലി സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലെ അധ്യാപകർക്ക് നെറ്റ് നിർബന്ധമാണ് എന്ന് സിൻഡിക്കേറ്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അതോറിറ്റീസും തീരുമാനിച്ചിട്ടുണ്ട്. കണക്കുകൾ പറയുന്നത് കേരളത്തിൽ ഏകദേശം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ മാത്രമായിട്ട് 300-ലധികം കോളേജുകളിലായിട്ട് 10,000-ലധികം സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ 10,000-ലധികം ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 300-ലധികം സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ ടീച്ചേഴ്സ് എല്ലാം ഇനി നെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് പല പ്രൊട്ടസ്റ്റുകളും സെൽഫ് ഫൈനാൻസിങ് മാനേജ്മെന്റുകളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അതിൽ വളരെ സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അതോറിറ്റീസ് വളരെ സ്ട്രോങ് ആയിട്ടാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കോളേജുകളുടെയും അധ്യാപകരുടെ പേര്, അവരുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട്. വരുന്ന ജൂണിന് ശേഷമുള്ള അക്കാഡമിക് ഇയറിൽ അത്തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഇതിന് ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണിത്. ആദ്യത്തെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ വർക്ക് ചെയ്യുന്ന 10,000-ലധികം അധ്യാപകരിലെ ഒരു മെജോറിറ്റി ഓഫ് അധ്യാപകരുടെയും ജോലി പോവാനുള്ള സാധ്യത ഇതിലുണ്ട്. നമ്മൾ റിയലിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് അധ്യാപകരുടേക്കും ജോലി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിന് ഉണ്ടാക്കാൻ പോകുന്ന ആദ്യത്തെ ഇമ്പാക്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും ഈ തീരുമാനങ്ങൾ ഇത്ര തിരക്ക് പിടിച്ച് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ബേസിക്കലി നമ്മൾ ആലോചിക്കുമ്പോൾ 2021 തന്നെ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ്. ഏകദേശം 4 വർഷങ്ങളോ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വളരെ സ്ട്രിക്റ്റ് ആവുന്നത് എന്നുള്ളത് കൂടി നമ്മൾ അവിടെ മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെതായ ബേസിക്കലി നമ്മൾ അക്കാഡമിക് ആസ്പെക്റ്റിലേക്ക് നോക്കുമ്പോൾ പോസിറ്റീവ്സും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കുന്നുണ്ട് ഇതിലൂടെ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് വീഡിയോ ചെയ്യണമെന്ന് കരുതിയ ഒരു കാര്യമായിരുന്നു, സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലെ അധ്യാപകരുടെ സാലറി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പല കേസുകളും ഒരു ഡിസാസ്റ്റർ ആണ്. വളരെ കുറവാണ്. ജീവിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള വളരെ ചെറിയ സാലറിയാണ് പല സെൽഫ് ഫൈനാൻസിങ് കോളേജുകളും കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വളരെ ചെറിയ സാലറി കൊടുത്തിട്ട് കോളേജിലേക്ക് അധ്യാപകരെ കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, ലാർജ് നമ്പർ ഓഫ് അധ്യാപകർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ലാർജ് നമ്പർ ഓഫ് PG കഴിഞ്ഞ ആളുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇവർക്കെല്ലാം ജോലി കിട്ടണ്ടേ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു ആസ്പെക്ട് ആണ്. ഞാൻ മിയർലി ഈ ഒരു വിഷയം മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകർ കുറവായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അധ്യാപകരെ സംബന്ധിച്ച് അൾട്ടിമേറ്റ്ലി സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുടെ അധ്യാപകരുടെ സാലറിയിലും ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻക്രീസ് ഈ ഒരു തീരുമാനത്തോടു കൂടി വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയുന്ന പോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ളൊരു ആസ്പെക്ട് ആണ്. ഡിമാൻഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കൂടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ മാർക്കറ്റിൽ കുറവാകുമ്പോൾ അവരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അവരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൂടുതലാകുമ്പോൾ അവരുടെ സാലറി കൂടാനുള്ള സാധ്യതയുണ്ട്. വിച്ച് മീൻസ് നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഒരു PG പഠിച്ചുകൊണ്ടിരിക്കുന്ന PG കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ UGC നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ക്വാളിഫൈ ചെയ്യുക. ആ UGC നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും മുമ്പത്തെക്കാളേറെ നിങ്ങളുടെ
എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും UGC നെറ്റിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് പലരും എന്നോട് പറയാറുണ്ട്, മാഷ UGC നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടും ജോലി കിട്ടാത്ത കുറെ ആളുകളുണ്ടല്ലോ. കാരണം കോളേജുകളിലൊക്കെ ഒരുപാട് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലൊക്കെ കേരളത്തിൽ കൂടുതൽ വരുന്നത് അവിടെയൊക്കെ വളരെ ലോ ആയിട്ടുള്ള പേയ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള എംപ്ലോയ് ചെയ്യുന്ന ആളുകൾ, ടീച്ചേഴ്സ് ഉണ്ടല്ലോ എന്ന്. പക്ഷെ അതിനൊക്കെ ഒരു പരിധി വരെ മാറ്റം വരാൻ ഈ ഒരു കാര്യം കൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അതോടൊപ്പം അതോറിറ്റീസ് മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് UGC അറൌണ്ട് 6% ആളുകൾക്ക് മാത്രമാണ് ഒരു വർഷം വാട്ട് വി കൻ സേ നെറ്റ് ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പൊ കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റിലൊക്കെ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ തന്നെ ഏകദേശം 10,000-ഓളം വേണം. അതിൽ പകുതിയിലധികം നെറ്റ് ക്വാളിഫൈ ചെയ്തരാവണം എന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ആവശ്യത്തിന് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇല്ലാതിരിക്കാനും, അത് പലരും പറയുന്ന പോലെ അത് കോളേജുകളുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കാനും ഒരു സാധ്യതയുണ്ട്. ഇത് ഗവൺമെന്റും മനസ്സിലാക്കി UGCക്ക് കോളേജുകൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് നെറ്റ് ക്വാളിഫിക്കേഷൻ ഇപ്പൊ 6% അതിൽ നിന്ന് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതും ഇവിടെ ഒരു വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ട് ആസ്പെക്ട് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ UGC കൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ നെറ്റ് ക്വാളിഫിക്കേഷൻ ആ ഒരു പേഴ്സൻറ്റേജ് എന്നാൽ മാത്രമേ ഒരു പക്ഷേ നമുക്ക് മതിയായ സപ്ലൈ ഓഫ് UGC നെറ്റ് ക്വാളിഫൈഡ് ടീച്ചേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആവുകയുള്ളൂ. അപ്പൊ ഇവിടെ എല്ലാവർക്കും നമ്മൾ പറഞ്ഞ പോലെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നെറ്റ് ക്വാളിഫൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് നെറ്റ് ക്വാളിഫൈ ചെയ്യുക. നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ പുതിയ രീതിയിലുള്ള പുതിയ അക്കാഡമിക്സിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവുക. PhD ചെയ്യുന്നവർ PhD കംപ്ലീറ്റ് ആക്കുക. കോളേജ് സിസ്റ്റം അല്ലെങ്കിൽ അതോറിറ്റീസ്, ഗവൺമെന്റ് പോലെയുള്ള ആളുകൾ UGC ഉൾപ്പെടെയുള്ള ആളുകളോട് സജസ്റ്റ് ചെയ്തുകൊണ്ട് നെറ്റിന്റെ ക്വാളിഫിക്കേഷൻ നമ്പേഴ്സ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് പെർസെൻറ്റേജ് കൂട്ടാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. കോളേജുകൾ അവരെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ഭാവിയിൽ എംപ്ലോയിഡ് ആവണമെങ്കിൽ UGC നെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കോളേജുകളിൽ തന്നെ UGC നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഗൈഡൻസ് അവർക്ക് കൊടുക്കാനും ഉറപ്പുവരുത്തുക. അൾട്ടിമേറ്റ്ലി നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് പഠിച്ചു വരുന്ന എല്ലാവർക്കും നല്ല ജോലി കിട്ടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന നല്ല ഒരു സോളിഡ് ആയിട്ടുള്ള സാലറി റെമ്യൂണറേഷൻ കിട്ടുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ മേ ബി വരും കേരളത്തിലെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം ഇതുപോലെ സിമിലർ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ പലരും എടുത്തിട്ടുണ്ടാവും, എടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം വരും ദിവസങ്ങൾ ഇതിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാം. നന്നായിട്ട് പഠിക്കുക, ക്വാളിഫൈ ചെയ്യുക, നന്നായിട്ട് ജോലി ചെയ്യുക.